ജനങ്ങളെ അറിയിക്കണം അല്ലേ, അവർ ഒബ്ജക്റ്റീവ് മാറ്റി എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. ഇപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയയും വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ, നമുക്ക് ന്യൂസ് പെട്ടെന്ന് എല്ലാവർക്കും എത്താൻ അല്ലേ. അപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണെന്ന് പലവർക്കും അവിടം വരെ എത്താൻ പറ്റും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണോ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ എന്ന് പലർക്കും ഒരു കണക്ഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് അന്നത്തെ ഒരു കാലഘട്ടം ആലോചിക്കും. ഇപ്പം നമുക്ക് ഇപ്പോൾ 1857 റിവോൾട്ട് അല്ലെങ്കിൽ പലയിടത്തായാലും ഒരു ചതിയുടെ എലമെൻറ്റ് പലയിടത്തും കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പലതും സക്സസ് ആവാത്തതിൻ്റെ കാരണം ട്രഷറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അന്ന് എല്ലാവരും എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആയിരുന്നില്ല എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് എല്ലാവർക്കും. Lead IAS, crafted by the toppers. ഹലോ ഗൈസ്, വെൽക്കം ടു ലീഡ് IAS. നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഓഫ് സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് മോഡേൺ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ സ്റ്റേറ്റ്മെൻറ്റ് 1. സോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി വരുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഭഗത് സിംഗ് ആൻഡ് ബത്തുകേശ്വർ ദത്ത് ത്രൂ എ ബോംബ് ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓൺ April 1929 to protest against the passage of Public Safety Bill and Trade Dispute Bill. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഫാക്ച്വൽ നോളജാണ് അല്ലേ. ആ ഒരു ടൈം 1929 ഫിലോസഫി ഓഫ് ദ ബോംബ് എന്നുള്ള രീതിയിലൊക്കെ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഫാക്ച്വൽ നോളജും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഭഗത് സിംഗും ബത്തുകേശ്വർ ദത്തും ബോംബ് എറിഞ്ഞ് പബ്ലിക് സേഫ്റ്റി ബില്ലിനും ട്രേഡ് ഡിസ്പ്യൂട്ട് ബില്ലിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഫാക്ച്വലായിട്ട് അറിയാമെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വിഷയം നമുക്കൊരു ഡൗട്ട് തോന്നിയേക്കും. ഒരു പക്ഷേ എല്ലാവരും ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കണമെന്നില്ല. സോ ഇവിടെ ആയിരിക്കും ഡൗട്ട് വരുന്നത്. ബൈ ദ എൻഡ് ഓഫ് 1929. സോ ഇവിടെ പറയുന്നത് എന്താണ്? എൻഡ് ഓഫ് 1929. സോ അവിടെ തന്നെ ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് തമ്മിലുള്ള ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം കൂടുതൽ ബന്ധം കണ്ടുപിടിക്കും തോറും ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കോംപ്ലിമെൻ്ററി ആകാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ. So by the end of 1920s, HSRI leadership decided to let the people know about its changed objectives and the need for a revolution by masses. So ഇവിടെ പറയുന്നത് changed objectives ആണ് അല്ലേ. By end of 1920s, ഒരു 1920s എൻഡ് കാലഘട്ടത്തിൽ അവരെന്താണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് മാറ്റി. നമുക്കറിയാം ഒരു റെവല്യൂഷണറി മൂവ്മെൻ്റ് ആയിരുന്നു HRI, then HSRI ആയി. അപ്പം ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ കഥയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ബൈ ദ എൻഡ് ഓഫ് 1920s അവരെന്ത് ചെയ്തു? ഡിസൈഡഡ് ടു ലെറ്റ് ദ പീപ്പിൾ നോ അല്ലേ. ഡിസൈഡഡ് ടു ലെറ്റ് ദ പീപ്പിൾ നോ, ജനങ്ങളെ അറിയിക്കണം അല്ലേ, അവർ ഒബ്ജക്റ്റീവ് മാറ്റി എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. ഇപ്പം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തെ പോലെ സോഷ്യൽ മീഡിയയും വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ, നമുക്ക് ന്യൂസ് പെട്ടെന്ന് എല്ലാവർക്കും എത്താൻ അല്ലേ. അപ്പം അന്ന് HSRI ലീഡർഷിപ്പിന് എന്തറിയിക്കണം? എല്ലാവരും അറിയിക്കണം. എന്ത്? ചേഞ്ച്ഡ് ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് ദ നീഡ് ഫോർ റെവല്യൂഷൻ ബൈ മാസസിൻ്റെ റെവല്യൂഷനാണ് നീഡ് എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് എല്ലാവരും അറിയിക്കണം. അപ്പം അതിനു വേണ്ടി അവർ എന്ത് ചെയ്തു? ബോംബ് എറിഞ്ഞു അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്? ഇത് അറിയിക്കണമെങ്കിൽ ആണ് ഇത് ചെയ്തത് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് എടുത്തുകൂടെ? നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് A ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. ഇപ്പോൾ രണ്ടും കറക്റ്റ് ആണെന്നും പറയുന്നുണ്ട്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണെന്ന് പലവർക്കും അവിടം വരെ എത്താൻ പറ്റും. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് 2 ആണോ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസൺ എന്ന് പലർക്കും ഒരു കണക്ഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ടാകും ബൈ ദ എൻഡ് ഓഫ് 1920s. സോ April 1929 അവിടെ ഒരു മാച്ച് വരുന്നുണ്ട് അല്ലേ. ദെൻ HSRI ലീഡർഷിപ്പ് ഡിസൈഡ് ടു ലെറ്റ് ദ പീപ്പിൾ നോ, പീപ്പിളിനെ അറിയിക്കണം അബൌട്ട് ഇറ്റ്സ് ചേഞ്ച് ഒബ്ജക്റ്റീവ്സ്. അപ്പം അതിന് വേണ്ടി ആയിരിക്കില്ലേ ഈ ബോംബ് എറിഞ്ഞ ത്രൂ എ ബോംബ്. എന്തിനാണ്? ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ആണ്. അല്ലാതെ ആ ബോംബ് എറിഞ്ഞ് ആരും മരിച്ചില്ല. ടു മേക്ക് ദ ഡെഫ് ഹിയർ എന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ ബോംബ് എറിഞ്ഞ് ആരും മരിച്ചിട്ടില്ല. വലിയൊരു വയലൻറ്റ് മൂവ്മെൻറ്റും അല്ല. ഇപ്പം നമുക്കറിയാം HSRI അതിന് മുമ്പൊക്കെ വയലൻറ്റ് മൂവ്മെൻറ്റ്സും ആംഡ് റെബലിനും കാര്യങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു ബോംബ് എറിഞ്ഞു. എന്തിനാണ്? ടു പ്രൊട്ടസ്റ്റ് അഗൻസ്റ്റ് ദ പാസേജ് ഓഫ് പബ്ലിക് സേഫ്റ്റി ബിൽ. അപ്പം ഇത് തന്നെയല്ലേ ഇതിൻ്റെ റീസൺ തന്നെയല്ലേ അത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ള രീതിയിൽ നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ലേ? റൈറ്റ്. ആ ഒരു ബന്ധം നമുക്കവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഈ ഒരു ഐഡിയോളജിയിൽ നമുക്ക് ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ റീസൺ കണക്ഷൻ അത് നമുക്ക് എടുക്കാൻ സാധിക്കണം. ഓക്കെ. മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അല്ലേ,
സൈമൺ കമ്മീഷനെ പറ്റിയ ഫാക്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞാൻ സോൾവ് ചെയ്യുന്ന മുമ്പ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ലോജിക്ക്, ഇപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോസിൽ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആ ലോജിക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, ശരിയാകുമോ നോക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ലോജിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നോളജ് ബാക്കിങ് വേണം. നമുക്കൊരു വൈൽഡ് ഗസ് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്താണ്, ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണ് നമ്മൾ മാക്സിമം എടുക്കുന്നത്. Consider the following statements regarding Simon Commission. The all-white 7-member commission was boycotted by all the political organization. അപ്പോൾ നമുക്ക് ഫാക്ട്സ് അറിയാമെങ്കിൽ ഡയറക്റ്റ്ലി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എന്താ പറയുന്നത്, ബൈ ഓൾ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ബോയ്ക്കോട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫാക്ട്സ് അറിയാമെങ്കിൽ അത് ഏതൊക്കെ പാർട്ടിയാണ്, യൂണിയനിസ്റ്റ് പാർട്ടിയും ജസ്റ്റിസ് പാർട്ടിയും നമുക്കറിയാം ഏതൊക്കെ പാർട്ടിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്കറിയാം. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ജസ്റ്റ് അന്നത്തെ ഒരു കാലഘട്ടം ആലോചിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ 1857 റിവോൾട്ട് അല്ലെങ്കിൽ പലയിടത്തായാലും ഒരു ചതിയുടെ എലമെൻറ്റ് പലയിടത്തും കാണുന്നുണ്ട് അല്ലേ. ഇപ്പോൾ പലതും സക്സസ് ആവാത്തതിൻ്റെ കാരണം ട്രഷറസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അന്ന് എല്ലാവരും എഗൻസ്റ്റ് ബ്രിട്ടീഷ് ആയിരുന്നില്ല എന്നുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് സ്പെക്ട്രം വായിക്കുമ്പോഴാലും ഹിസ്റ്ററി എന്ത് വായിക്കുമ്പോഴാലും നമുക്കറിയാം ഒരു ചതിയുടെ എലമെൻറ്റും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, റൈറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദ ഓൾ വൈറ്റ് 7-member കമ്മീഷൻ വാസ് ബോയ്ക്കോട്ടഡ് ബൈ ഓൾ ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അവിടെ ഒരു അസ്വാഭാവികത ഉണ്ട് അല്ലേ. അവിടെ അങ്ങനെ ഒരു പോസിബിലിറ്റി വരുന്നില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ബോയ്ക്കോട്ട് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും റീജിയനിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ അല്ലെങ്കിൽ പ്രൊവിൻസിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയണൽ പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്താൽ തന്നെ ഇതെന്തായി, ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ, റൈറ്റ്. Then second statement, Dr. B.R. Ambedkar was appointed by the Bombay Legislative Council to work with the commission. ഇപ്പോൾ ഫാക്ച്വൽ നോളജ് അറിയാവുന്നവർക്ക് അറിയാം, ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംബേദ്കറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, അംബേദ്കർ കമ്മീഷൻ്റെ അകത്താണ്, കമ്മീഷൻ്റെ മെമ്പർ ആണെന്നുള്ളൊരു മീനിങ്ങിൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ് വരുന്നില്ല അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, വാസ് അപ്പോയിന്റഡ് ബൈ ദ ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അപ്പോയിന്റ് ചെയ്തത് ടു വർക്ക് വിത്ത് ദ, വളരെ ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്, ടു വർക്ക് വിത്ത് ദം. ഒരു കമ്മീഷൻ വരുന്നു, കമ്മീഷൻ്റെ അകത്ത് പല മെമ്പേഴ്സാണ്, പക്ഷെ അവർക്ക് വേറെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ടു വർക്ക് വിത്ത് ദ കമ്മീഷൻ എന്നാണ് പറയുന്നത്, അല്ല കമ്മീഷൻ്റെ വൺ ഓഫ് ദ മെമ്പർ എന്ന് പറയുന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ജനറൽ ആകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്, റൈറ്റ്. സോ ഫാക്ച്വൽ നോളജ് അറിഞ്ഞുകൂടാത്തവർക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിട്ട് എടുക്കാം, ജനറൽ ആയിട്ട് എടുക്കാം. ഒരു ജനറൽ നേച്ചർ, ടു വർക്ക് വിത്ത് ദ കമ്മീഷൻ എന്നാണ് പറയുന്നത്, കമ്മീഷൻ്റെ മെമ്പർ എന്നല്ല പറയുന്നത്. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കറക്റ്റ്. Then third നോക്കുക, the report of the Simon Commission granted reserved seats to the depressed class. ഒരു പക്ഷേ ഈ ഫാക്ച്വൽ നോളജ് നിങ്ങൾക്ക് അറിയില്ലെന്ന് വയ്ക്കാം. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാ പൊളിറ്റിയിലായാലും മോഡേൺ ഹിസ്റ്ററിയിലായാലും എല്ലാ ഫാക്ച്വൽ നോളജ് അതുപോലെ ഓർത്തിരിക്കാനും പഠിച്ചിരിക്കാനും ഒരുപക്ഷെ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല, റൈറ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കണക്ഷൻ, നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. എന്താണ്, ഇവിടെ ഡോക്ടർ B.R. അംബേദ്കറിനെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ നമുക്കൊരു കുഴപ്പവും തോന്നിയിട്ടില്ല അല്ലേ, ടു വർക്ക് വിത്ത് ദ കമ്മീഷൻ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി കറക്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് നോക്കുക, ദ റിപ്പോർട്ട് ഓഫ് ദ കമ്മീഷൻ ഗ്രാൻഡഡ് റിസർവ്ഡ് സീറ്റ്സ്. ആർക്ക്, ഡിപ്രസ്ഡ് ക്ലാസ്സിന് റിസർവ്ഡ് സീറ്റ്സ് കൊടുത്തു എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. എവിടുന്ന്, സൈമൺ കമ്മീഷൻ റിസർവ്ഡ് സീറ്റ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഡോക്ടർ B.R. അംബേദ്കർ ഈസ് അസോസിയേറ്റഡ്, അതായത് ടു വർക്ക് വിത്ത് ദ കമ്മീഷനായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസ്സസിൻ്റെ പ്രശ്നങ്ങളും പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം സൈമൺ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സൈമൺ കമ്മീഷനും അതെല്ലാം വിലയിരുത്തിയിട്ട് ഒരുപക്ഷേ റിസർവ്ഡ് സീറ്റ്സ് ഗ്രാൻഡ് ചെയ്തിരിക്കാം. ആർക്ക്, ഡിപ്രസ്ഡ് ക്ലാസ്. സോ ഡിപ്രസ്ഡ് ക്ലാസ്സും അംബേദ്കറും തമ്മിൽ നമുക്കിവിടെ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്താണ്, ഒരു ബന്ധം നമുക്കവിടെ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ട് അല്ല. അവിടെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും വരുന്നില്ല, പക്ഷേ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അവിടെ വരുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ആ ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഗോ വിത്ത് എന്താണ്, ഓപ്ഷൻ ബി, ഓൺലി 2 സ്റ്റേറ്റ്മെൻറ്റ്, ബിക്കോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി റോങ് ആയി. ഓക്കെ, move on to the third question. സോ എല്ലാവർക്കും അറിയാം, ഞാൻ ഈ എല്ലാ ക്വസ്റ്റ്യനും പറയാം, എല്ലാവർക്കും അറിയാം, ചിലത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഗാന്ധി ഇർവിൻ പാക്ട് നോക്കാം. സോ ഗാന്ധി ഇർവിൻ പാക്ട് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, കേട്ടിട്ടില്ലെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്ടിലെ ഇർവിൻ അക്സെപ്റ്റഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിമാൻഡ്സ് ഓഫ് ഗാന്ധി.
ഈ പറഞ്ഞിട്ടുള്ളതിൽ ഇർവിൻ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? അതായത് ഒരു പാക്റ്റാണ്, ഒരു സന്ധി ചർച്ചയാണ്, ഒരു പാക്റ്റാണ്. അപ്പോൾ അതിൻ്റെ കാലഘട്ടവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്തിനാണ്? ഇപ്പോൾ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ കോൺഗ്രസിന് പങ്കെടുക്കാൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ രണ്ടുപേരും തമ്മിലൊന്ന് ഇരുന്ന് ഒരു സന്ധി ചർച്ച ചെയ്തിട്ട് ഒരു എഗ്രിമെൻറ്റ്, പാക്റ്റ് എന്നല്ലേ പറയുന്നത്, ഒരു പാക്റ്റ്, ഒരു എഗ്രിമെൻറ്റ്, ഗാന്ധി ഇർവിനും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. അത്രയും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാവുമല്ലോ, ഗാന്ധി ഇർവിൻ പാക്ട്, റൈറ്റ്? ഇർവിൻ അതിൽ ഏതൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഫാക്ച്വൽ നോളജ് അറിയില്ല, ഇതിൽ ഏതൊക്കെയാണ് ഇർവിൻ അക്സെപ്റ്റ് ചെയ്തത്, ഗാന്ധി ഏതൊക്കെയാണ് ഡിമാൻഡ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഫാക്ച്വൽ നോളജ് അറിഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാതെ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇർവിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. ഓക്കെ, ഇപ്പോൾ ഇർവിൻ, ഇപ്പോൾ നിങ്ങൾ ഇർവിൻ ആണെന്ന് ചിന്തിക്കുക. ഓക്കെ, ദ റൈറ്റ് ടു മേക്ക് സോൾട്ട് ഇൻ കോസ്റ്റൽ വില്ലേജ് ഫോർ പേഴ്സണൽ കൺസപ്ഷൻ. ഒന്നാമത്തെ കാര്യം ഒരു പാക്റ്റാണ്, ഒരു സന്ധി ചർച്ച എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു പാക്റ്റിൽ അപ്പോൾ നിങ്ങൾ ഇർവിനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സൈഡിലുള്ള പ്രശ്നം എന്താണ്? അവിടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ അതിനെ ഒഴിവാക്കണം. അതുകൊണ്ട് നിങ്ങളും കൂടെ ചേർന്നിട്ട് എടുത്ത തീരുമാനമാണ് ഈ സന്ധി ചർച്ച ചെയ്യാം, കോൺഗ്രസിന് റൗണ്ട് ടേബിളിൽ കൊണ്ടുവരാം എന്നുള്ളൊരിത്. അപ്പോൾ നിങ്ങൾ ഇർവിനാണ്. അപ്പോൾ ഗാന്ധിജി ഒരു ഡിമാൻഡ് പറയാണ്, എന്താണ്? റൈറ്റ് ടു മേക്ക് സോൾട്ട് ഇൻ കോസ്റ്റൽ വില്ലേജ് ഫോർ പേഴ്സണൽ കൺസംഷൻ. അവരവരുടെ പേഴ്സണൽ കൺസംഷന് സോൾട്ട് മേക്ക് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇർവിനാണ്, നിങ്ങൾ എന്ത് ചിന്തിക്കും? പേഴ്സണൽ കൺസംഷൻ അല്ലേ. അവിടെ ബ്രിട്ടീഷുകാർക്കോ ബ്രിട്ടീഷ് കമ്പനിക്കോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കോ അവർക്കോ ഒരു വലിയ എന്താണ്, ഒരു നഷ്ടം, എങ്ങനെ നോക്കിയാലും ഒരു നഷ്ടം വരുന്നില്ല, ബ്രിട്ടീഷുകാർക്ക് ഒരു നഷ്ടം വരുന്നില്ല അല്ലേ. പേഴ്സണൽ കൺസംഷൻ, ഒരു കൊമേഴ്ഷ്യൽ കൺസംഷനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെയിലിനോ ഒന്നൊന്നും പറയുന്നില്ല. അവിടെ എന്താണ്, പേഴ്സണൽ കൺസംഷന് ഉള്ള റൈറ്റ് കൊടുത്തു. ദർ ഇസ് എ പോസിബിലിറ്റി അല്ലേ അത് കൊടുക്കാൻ. കാരണം ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിമാൻഡാണ്. ഇപ്പോൾ ഒരു പാക്റ്റിലെങ്കിൽ ഈ സിമ്പിളായിട്ടുള്ള ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതെന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ക്യാൻ ബി കറക്റ്റ് അല്ലേ. ദെൻ സെക്കൻഡ്, ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് ഓൾ ദ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അവിടെ എന്താണ്, ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താണ്, ഓൾ എന്ന് കാണുമ്പോൾ വൺലി, നെസസറിലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ ഒരു ശ്രദ്ധ കൊടുക്കണം. എന്താണ്, അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാകാം. എല്ലായിടത്തും അത് ട്രാപ്പ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ചിലയിടത്ത് എന്താകാം, അതൊരു ട്രാപ്പ് ആകാം, റൈറ്റ്? ഇമ്മീഡിയറ്റ് റിലീസ് ഓഫ് ഓൾ ദ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. നിങ്ങൾ ഇർവിനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ നിങ്ങൾ പുറത്തു വിടോ? ഇല്ല. അവിടെ വയലൻസ് കാണിച്ചാലും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാവരെയും ഇമ്മീഡിയറ്റ് റിലീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി കുറവുണ്ട്, റൈറ്റ്? അപ്പോൾ അവിടെ എന്താണ്, ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി റോങ്. ദെൻ തേർഡ് നോക്കുക, റൈറ്റ് ടു പീസ്ഫുൾ ആൻഡ് നോൺ അഗ്രസീവ് പിക്കറ്റിംഗ്. എന്താണ് പറയുന്നത്? പീസ്ഫുള്ളായിട്ടും നോൺ അഗ്രസീവായിട്ടുള്ള പിക്കറ്റിങ്ങിന് ഒരു ഇത് കൊടുക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ജനറല്ലേ. പീസ്ഫുള്ളായിട്ടുമാണ്, നോൺ അഗ്രസീവ്, അവിടെ അഗ്രഷൻ ഒന്നും വരുന്നില്ല. അപ്പോൾ അതിന് എന്ത് കൊടുക്കാം, സമ്മതം കൊടുക്കാം, ഇർവിൻ. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിലൊന്ന് നോക്കുക. എന്ത് നിങ്ങൾക്ക് അവിടെ കണ്ടെത്താൻ പറ്റും? ഇർവിൻ എന്താണ് സംഭവിച്ചത്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നില്ല, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി കറക്റ്റ് അല്ലേ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആയി കഴിഞ്ഞാലും റൈറ്റ് ടു പീസ്ഫുൾ ആൻഡ് നോൺ അഗ്രസീവ് പിക്കറ്റ്. അപ്പം ബ്രിട്ടീഷുകാർ എപ്പോഴും നോൺ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സമ്മതിക്കുള്ളൂ. ദാറ്റ് മീൻസ് വയലൻസ് അവർ എതിർക്കുന്നുണ്ടല്ലേ. ആര്? കോൺഗ്രസ്സുകാർ ചെയ്യുന്ന വയലൻസിനെ അവർ എതിർക്കുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ട്, അതാണ് ഓക്കെ. സോ റൈറ്റ് ടു പീസ്ഫുൾ ആൻഡ് നോൺ അഗ്രസീവ് പിക്കറ്റ്, നോൺ അഗ്രസീവ് ആയിട്ട് നിങ്ങളെ സമ്മതിക്കുന്നു എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു, അല്ലെങ്കിൽ ഇർവിൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഹീസ് അഗൻസ്റ്റ് അഗ്രസീവ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെല്ലാം എഗൻസ്റ്റ് ആണ്, അഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് എഗൻസ്റ്റ് ആണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, റൈറ്റ്? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ എന്ത് പോലെ ഒരുമിച്ച് പോലെ. കാരണം എല്ലാ പൊളിറ്റിക്കൽ പ്രിസണേഴ്സും ഒരു നോൺ വയലൻസ് ആണെന്ന് പറയുന്നില്ല, ചിലർ വയലൻറ്റ് മൂവ്മെൻറ്റ്സും എല്ലാം അസോസിയേറ്റഡ് ആയിരിക്കാം. അപ്പം അവരെയൊന്നും പുറത്ത് വിടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ്, ആ ഒരു ബന്ധം നമുക്ക് അവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ്, 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. സോ ഈ ഒരു ലോജിക്ക് നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക. സോ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലേ പറയുന്നത്. അപ്പം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറിഞ്ഞുകൂടാ, അതിൽ ഫാക്ച്വൽ നോളജ് അറിഞ്ഞുകൂടെങ്കിലും യു ഹാവ് ടു ട്രൈ ദാറ്റ്. ഒരു ട്രൈ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് ഷാർപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവഞ്ച്വലി അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസും ഒരു പക്ഷേ നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. Lead IAS, crafted by the toppers.